ഹേ ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ബാലിയിലോട്ട് പോവാണ് കേട്ടോ. ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട്. നൈറ്റിലാണ് പോകുന്നത്. അപ്പം ആക്ച്വലി ഈ ടൈമിലാണ് ഞാൻ വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അതും ബാലിയിൽ എത്തിയതിന് ശേഷം കേട്ടോ. അപ്പോൾ ഇതായ വീഡിയോസൊക്കെ കണ്ടിട്ട് പോർട്രേറ്റ് സൈസിലുള്ളത്. കാരണം ഈ ടൈമിലൊന്നും ഞാൻ ഒരു പ്ലാനും ഇല്ല. റീലിലേക്ക് വേണ്ടി മാത്രം എടുത്ത വീഡിയോസ് ചെയ്യണം. അപ്പോൾ അതാ പിറ്റേ ദിവസമായിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇതാ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ ഇനി ഡ്രൈവറെ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവറെ കൂടെ കാറിലൊക്കെ കയറി നേരെ ഇനി നമ്മൾ കിന്താമണി വോൾക്കാന വ്യൂ ഉണ്ട്, അവിടോട്ടാണ് പോകുന്നത്. അപ്പോൾ സൈഡിലൊക്കെ കുറേ ഫാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ട്രോബെറീസും അങ്ങനെ കുറേ എന്തൊക്കെ ഉണ്ട് നീ പറഞ്ഞത്. അപ്പം അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പം കുറച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പുറത്തേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല കേട്ടോ. So here we starting, we already sharing the Kintamani. This is our first photo in Bali. This is our day one and finally we just reached Kintamani. I think you guys already know that the Kintamani is one of the അപ്പോൾ അവിടുത്തെ കറൻസി വരുന്നത് കണ്ടോ. ഇവിടെ ഫുൾ കെനെ കൊണ്ട് കളിയാണ് കേട്ടോ. എന്താ കണ്ടില്ലേ, ഇതിപ്പം 100K ആണ് വരുന്നത്. അതായത് ഇതിന് ഇവിടുത്തെ കറൻസി തീരെ വാല്യൂ ഇല്ലല്ലോ. അപ്പോൾ 100K 15K അങ്ങനെ ഫുൾ കെനെ കൊണ്ടുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും അവിടുത്തെ ഒരു വലിയ കറൻസി ഇതാണ്. പിന്നെ ഈ 100K എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലത്തെ ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കുകയാണെങ്കിൽ 527 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാ 15K ഉണ്ട്, 20K ഉണ്ട്, പിന്നെ ഇത് 3,000 അങ്ങനെ ഓരോ ഇതിലാണ് വരുന്നത്. ഫുൾ K ആണ് കേട്ടോ അവിടെ പറയുന്നത്. അപ്പം 1 lakh പറയുന്നില്ല, K എന്നാ പറയുന്നുള്ളൂ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ളൊരു വോൾക്കാനാണ് കേട്ടോ. ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 2020 ഇത് ലാസ്റ്റായിട്ട് പൊട്ടിത്തെറിച്ചത്. പിന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ഉണ്ടായത് 1963 അപ്പം അവിടെ നിന്ന് നമ്മൾ ബാഗ് ഇറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ബാലി സ്വിങ്ങിലേക്കാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഓൾമോസ്റ്റ്. കുറേ ആൾക്കാർ ഊഞ്ഞാലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് വാക്കുന്നതൊക്കെ. സോ നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് ബാലി സ്വിങ്ങാണ്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടുത്തെ എങ്ങനെയാണെന്നുള്ളതെന്നൊക്കെ നോക്കണം. എന്താണെന്നുള്ളതൊന്നും ഐഡിയ ഇല്ല. അപ്പം നേരെ നോക്കുമ്പോൾ അതാണ് കാണുന്നത്. കുറേ ആൾക്കാർ സ്വിങ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നുണ്ട്, നെസ്റ്റിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് പേടിയുണ്ട്. കാരണം അത്ര ഹൈറ്റിലൊക്കെ ചെയ്യേണ്ടി വരും. അതിനെക്കൊണ്ട് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി ഡ്രസ്സ് റെൻറ്റിനെടുത്തു. പിന്നെ ഫോട്ടോഗ്രാഫറിനും കൂടെ ചൂസ് ചെയ്തു. അപ്പോൾ ഒരു ഇന്ത്യൻ റുപ്പീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 3,000 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു. അപ്പം ജസ്റ്റ് ഇതിലേ കയറിയപ്പോൾ നല്ലൊരു പേടിയുണ്ടായി. കാരണം താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹൈറ്റ്. പക്ഷേ ഈ ഡ്രസ്സൊക്കെ ഇട്ടേക്കാനെ ഫോട്ടോസൊക്കെ കിട്ടുന്നുള്ളതിനെ കൊണ്ട് ആ ഒരു ഫീൽ അങ്ങോട്ട് ഇരുന്നത്. പക്ഷെ നല്ലൊരു അടിപൊളി ഫീൽ ചെയ്യുന്നു അത്. പിന്നെ ദാമിഷ്ക അവിടെ അതാ സ്വിങ്ങായി റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഇവരിങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം താഴത്തേക്ക് വീണാൽ കഴിഞ്ഞല്ലോ. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അതിലേക്ക് കണ്ടില്ല. ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു ബാക്കിലോട്ട് നോക്കാൻ പോകും. തല താത്തിയിട്ട് ബാക്കിലോട്ട് നമ്മളോട് നോക്കാൻ പറയും. പക്ഷെ കാണുമ്പോൾ നമുക്ക് നല്ല പേടിയാകും കേട്ടോ. കാരണം താഴത്തേക്കിട്ട് പോയാൽ കഴിഞ്ഞ കഥ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളത് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ പാക്കേജിൽ ഫുഡൊക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇതോടെ നമ്മളെ ബാലൻസിങ് ഒക്കെ കഴിഞ്ഞതിനെ കൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകും. അങ്ങനെ ബാലൻസിങ് കൂടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ഒരു കാഫേ, എന്തൊരു ലുവാ കാഫേ, കോഫിയൊക്കെ കേട്ടിട്ടില്ലേ? അവിടെ അങ്ങനത്തെ ഒരു കാഫേ ഒരു സംഭവമാണ്. കോഫിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. നെക്സ്റ്റ് അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പാർക്കിങ്ങിനായിട്ട് നമ്മോട് ചോദിക്കുന്നുണ്ട് എത്ര നമ്മൾ നമ്പർ എന്നുള്ളത്. നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യും പാർക്കിങ്ങിൻ്റെ സ്ഥലത്തുള്ള. എന്നിട്ട് ഡ്രൈവർ ഞങ്ങളടുത്തോട്ട് വിടും. സോ നമ്മൾ പറഞ്ഞ് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തോളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് പുറത്തത്തെ വ്യൂ വരുന്നത് അവിടെയുള്ള. പിന്നെ എല്ലാ വീട്ടിലും ഇങ്ങനെ ഓരോരോ പ്രതിമകളും കാര്യങ്ങളും എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഈ സംഭവങ്ങൾ. ദെൻ നമ്മൾ നേരെ പോകുന്നത് സാറ്റർഡേ ലുവാ കോഫി എന്നുള്ളൊരു കഫേ ഉണ്ട്, അവിടേക്കാണ് കേട്ടോ. അവിടെ ലുവാ കോഫിയൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നേരെ അവിടേക്കാണ് പോകുന്നത്. അവിടെ എത്തിയപ്പം അവിടെ ഒരു ഗേൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പം നമ്മൾ ആരും കാണാത്തൊരു സാധനം നമ്മൾ കാണാൻ പോവാണ്. എന്താ നമുക്ക് നോക്കാം.
മറ്റേ നമ്മൾ കൂട്ടി കൊണ്ടുപോകുന്നുണ്ട്. സോ കൊക്കോൻ്റെ കായ്കൾ കണ്ടിട്ടുണ്ടോ? അതാണ് കൊക്കോ, അതാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഓൾക്ക് നമുക്കറിയില്ല വിചാരിച്ച പോലെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. പക്ഷെ അവർക്കറിയില്ലല്ലോ നമ്മൾ അറിയുന്നുള്ളത്. അപ്പം നമ്മളിതൊന്നും അറിയാത്ത പോലെ നിന്നെടുത്തിട്ടോ. പിന്നെ നിങ്ങൾക്കൊരാളെ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ കൂട്ടിൽ കിടക്കുന്ന ആളെ കണ്ടില്ലേ? ഇയാളെ പൂപ്പാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവായ കോഫി ഉണ്ടാക്കുന്നത്. ഇത് ക്ലീൻ ചെയ്തിട്ടൊക്കെ എന്തൊക്കെ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് എക്സ്പെൻസീവ് കോഫി ഇയാളെ പൂപ്പിനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? നമുക്കറിയോ അങ്ങനെയൊക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇതാ ലുവാക്കിൻ്റെ ഈ പൂപ്പ് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കോഫി പൗഡറാക്കി തരുന്നതൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് തരാൻ കേട്ടോ. കാരണം ഇതിപ്പോൾ കുറേ വെയിലത്ത് വെച്ചിട്ട് നല്ല ഡ്രൈ ചെയ്തിട്ട് പിന്നെ 3 പ്രാവശ്യം അങ്ങനെ എന്തോ പറഞ്ഞു അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് ഡ്രൈ ചെയ്ത് ക്ലീൻ ചെയ്ത് അങ്ങനെ എടുത്തിട്ടാണ് ഇങ്ങനെ പൗഡറാക്കുന്നതെന്ന് പറഞ്ഞത്. വലുതാ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നുണ്ട്. അത്രക്കും ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ കുറേ സ്പൈസസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ തന്നെ കുറേ സ്പൈസസ് തന്നെ, വേറെ സ്പെഷ്യലായിട്ടുള്ള അതൊന്നും കണ്ടിട്ടില്ല അവിടെ. ഇതേപോലെ ഉരളിലൊക്കെ ഇങ്ങനെ കുത്തിയിട്ടൊക്കെയാണ് ഉണ്ടാക്കാന്നാണ് പറയുന്നത്. ഈ ഉരളൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ടതാണല്ലോ, ഓൽക്കറിയില്ലല്ലോ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തു നിന്നാണ് വരുന്നതല്ലേ. പിന്നെ ഇതാ ഇങ്ങനെ പൊടിച്ചിട്ട് ഇതേമാതിരി ഒരു ഇതിലിട്ടിട്ട് അങ്ങനെയാണ് ഇതാണ് കോഫി പൗഡർ. ഇത് കണ്ടില്ല, ഇതാണ് കോഫി പൗഡർ വരുന്നത്. നമ്മളിപ്പം അവിടുത്തെ കോഫിയും ടീയും ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തേക്ക് എല്ലാ ഫ്ലവേഴ്സായിട്ടുള്ള കോഫിയും കാര്യങ്ങളൊക്കെ നമ്മളടുത്തേക്ക് കൊണ്ടുതരും കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. All is coming tea and this one coffee, right? Yeah. That one there is vanilla coffee. That one mochaccino coffee. Only coffee we mix together with chocolate. Okay. This one coconut coffee and the last one there is ginseng coffee. Ginseng coffee. The ginseng coffee that is chocolate. So you can try all of it. Sure. ഇതിലിപ്പോൾ ഞങ്ങൾക്ക് ഈ വനില ഫ്ലേവറും പിന്നെ ഒരു ഫ്ലേവറും കൂടെ ഉണ്ട്. അതിൻ്റെ പേര് ഞങ്ങൾക്ക് മറന്നുപോയി. അത് നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ലുവാക്ക് ഇവിടെ എന്തോ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഫോക്കസ് ആവുന്നില്ല. ലുവാക്കിൻ്റെ ഫോക്കസ് ആവില്ല. അപ്പോൾ നമ്മൾ ആ വനിലൻ്റെ ഫ്ലേവർ കോഫി പൗഡർ വാങ്ങാൻ വിചാരിച്ച് ഒരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. നോക്കുമ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 2 lakh above ആണ് വരുന്നത്. നമ്മൾ പക്ഷെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടുന്ന് വനില ഫ്ലേവർ ഇഷ്ടപ്പെട്ടതിനെ കൊണ്ട് ഒരു പാക്ക് വനില ഫ്ലേവറും വാങ്ങി നേരെ അവിടുന്ന് ഇറങ്ങി. നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് തെക്കിനുക്കാൻ വാട്ടർഫോൾസ് ആണ്. അപ്പോൾ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഇറങ്ങിയിട്ടൊക്കെ പോകണം എന്നാണ് പറയുന്നത്. കുറച്ചൊരു ടാസ്ക്കാണ്. അവിടെ ബാഗ് വാങ്ങി തരുമല്ലോ എന്നാ പറയുന്നത്. ചോദിച്ചോ നമുക്ക് എത്ര ആണ്. പിന്നെ ആ വാട്ടർഫോൾസിന് നിയറസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ക്ലബ്ബൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അടിപൊളിയായിരിക്കും. പക്ഷെ അവിടേക്കൊന്നും നമ്മൾ പോയിട്ടില്ലേനു കേട്ടോ. അവിടെ നിന്നും നേരെ നമ്മൾ ഇവിടേക്ക് തന്നെയാണ് വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോയത്. ഇപ്പോഴൊരു സാധനം കാണിച്ചു തരാം. മുളകൊക്കെ കണ്ടില്ലേ? മുകളിൽ കൂടെ വലിയൊരു ബ്രിഡ്ജ് വരുന്നുണ്ട്. പക്ഷെ കണ്ടിട്ട് പേടിയാണ്. അതിൽ കൂടെ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. ഫൈനലി നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടില്ല ഷൂ ഒക്കെ ഇട്ടിട്ട് ഫുള്ള് ഫ്രീക്ക് വെള്ളത്തിലിറങ്ങുന്നത് ആദ്യമായിട്ടേക്ക് ഇങ്ങനത്തെ. അപ്പം അമിഷ്ക വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. സൈഡിലൊക്കെ കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്.
ഇന്തോനേഷ്യയിൽ വരികയാണെങ്കിൽ എന്തായാലും ഫുഡും വെള്ളവും ഒക്കെ വാങ്ങുകയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ തന്നെ വാങ്ങുക. കാരണം പുറത്തുനിന്ന് നമ്മൾ ടൂറിസ്റ്റ് ആണെന്ന് മനസ്സിലാവും. സോ നമ്മൾ അതിനെക്കാട്ടി നല്ല പ്രൈസ് കൂട്ടിയിട്ടാണ് പറയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ വാങ്ങിക്കുക. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയും ആയിട്ട് നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.